കാഴ്ചയേക്കാൾ ശക്തിയുണ്ട്. ഇന്നു പകൽ നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദത്തിന് കാഴ്ചയേക്കാൾ ശക്തിയുണ്ട് കേൾവിക്ക്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അളവറ്റ ശക്തി പുറപ്പെടുന്നത്. കാഴ്ചയേക്കാളും ശക്തി വചന കേൾവിക്കുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അബ്രഹാം തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ അവൻ്റെ വാർദ്ധക്യം അവനൊരു പ്രതീക്ഷയും തരുന്നില്ല. അവൻ്റെ വാർദ്ധക്യം അവനെ ജീവിപ്പിക്കുന്നില്ല. അബ്രഹാം സാറയെ നോക്കിയാൽ അവളുടെ വാർദ്ധക്യം, അവൻ കാണുന്ന ആ കാഴ്ച അവന് ശക്തി പകരുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞ ശബ്ദത്തെ അവൻ റിപ്പീറ്റഡ്ലി മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ്. 100 വയസ്സായിരിക്കുന്ന മനുഷ്യനാണ് പറയുന്നത്. കാഴ്ചയെക്കാളും ശക്തി കേൾവിക്കുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു, ഒരു കനാന്യ സ്ത്രീ. ആ സ്ത്രീയുടെ മകൾക്ക് ബോധോപദ്രവമാണ്. യേശു വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടു. യേശു പട്ടണത്തിൽ വന്നു എന്ന വാർത്ത കേട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നവൾ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, അവൾ വിളിച്ചത് യേശുവേ, ദാവീദ് പുത്ര എന്നാണ്. യേശു തൻ്റെ പിതൃനഗരത്തിൽ വന്നപ്പോൾ അവിടെയുള്ളവർ അവനെ കണ്ടു വിളിച്ചത്, ഇവൻ യോസേഫിൻ്റെ മകൻ, ഇവൻ മറിയയുടെ മകൻ. അങ്ങനെ ഒരു അറിവാണ് അവർക്കുണ്ടായിരുന്നത്. ഞങ്ങൾ കണ്ടതാണ് കുഞ്ഞു വളരുന്നത്, അവൻ വളരുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ അറിവ് നല്ലതാണ്. പക്ഷേ ആ പട്ടണത്തിൽ അന്ന് വിടുതലൊന്നും സംഭവിച്ചില്ല. കാരണം യോസേഫിൻ്റെ മകനായിട്ടാണ് അവർ അവനെ കണ്ടത്. അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ അവന് കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ കേട്ട കേൾവി വചനമായിരുന്നില്ല, മാനുഷികമായ ചില ശബ്ദങ്ങളാണ് അവർ കേട്ടത്. എന്നാൽ ഈ സ്ത്രീ യേശുവിനെ വിളിച്ചത്, യേശുവേ, ദാവീദ് പുത്ര എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കണമെങ്കിൽ അവളുടെ അകത്ത് വചനമുണ്ട്. യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കണമെങ്കിൽ അവൾ വെളിപ്പാടുള്ളവളാണ്. ദാവീദിൻ്റെ സന്തതി വരുമ്പോൾ അവനിൽ നിന്ന് കരുണ എടുത്തു കളയത്തില്ല എന്നൊരു വചനം കിടക്കുന്നുണ്ട്. അവൾ വചന വെളിപ്പാടിലാണ് വിളിച്ചത്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ആ ശബ്ദം കേട്ട് യേശു പ്രതികരിച്ചില്ല. അവൻ പ്രതികരിക്കാതെ മുന്നോട്ട് നടന്നു. എന്നിട്ടും അവൾ മടുത്തുപോയില്ല. അവൾ വീണ്ടും വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. യേശു നിന്ന് അവളോട് പറഞ്ഞു, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് എന്നെ അയച്ചിട്ടുള്ളത്. നിനക്ക് മറുപടി ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിനക്ക് വിടുതലില്ലെന്നാണ് പറഞ്ഞത്. അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അവളെ നിരാശപ്പെടുത്തുകയാണ്. എന്നാൽ അവൾ പുറകോട്ടും മാറാൻ തയ്യാറായില്ല. അവൾ കാണുന്നതിനേക്കാളും ശക്തിയോടെ അവൾ കേട്ട വചനം അവളുടെ അകത്തു വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ പറയുകയാണ്, ഞാൻ കാണുന്ന ആളല്ല ഞാൻ വചനത്തിലൂടെ കേട്ടത്. വചനം എനിക്ക് തരുന്ന വെളിപ്പാടിതല്ലെന്നേ. അവൻ കരുണ നിറഞ്ഞവനാണ്. അല്പസമയത്തേക്ക് ദൈവം മിണ്ടാതിരിക്കുന്നത് പോലെ, മറുപടിയില്ലാത്തതുപോലെയൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? നീ വചനത്തെ ചേർത്ത് പിടിക്കണം. നീ കാണുന്നതല്ല സത്യം, നീ കേട്ടതാണ് സത്യം. അവൻ കരുണ നിറഞ്ഞവനാണ്. അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്. അല്പം കൂടി
ഒന്ന് അപേക്ഷിക്ക്, പ്രാർത്ഥിക്ക്, മറുപടി ഉണ്ടെന്നേ. അവൾ വീണ്ടും വീണ്ടും മുട്ടാൻ തുടങ്ങി. മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടുമെന്നാണ് വചനം. നീ മുട്ടിക്കൊണ്ടിരിക്കുക, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം കതക് തുറന്ന് വീണ്ടും നിർത്തോളം നിനക്ക് നൽകിത്തരുന്നൊരു ദൈവമുണ്ട്. കാഴ്ചയെക്കാളും ശക്തി കേൾവിക്കാണ്. നിങ്ങൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ദൈവം കരുണ നിറഞ്ഞവനാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളെ സഹായിക്കുന്നവനാണ്. നിങ്ങളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. അവരില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ്. അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ അകൃത്യം മോചിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ നിന്റെ ശൂന്യതകളെ, നിന്റെ വരൾച്ചകളെ കാണുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടത് മുറുകെ പിടിക്കുക. നിങ്ങൾ എന്താണോ കേട്ടത് അത് തന്നെ നിങ്ങൾ കാണാൻ പോവുകയാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.